അപ്പൊ ഗൈസ് ഞാനെത്തി, ഡാനിച്ച എത്തി. ചിത്തചാരന്റെ വരുന്ന കാര്യം ഞാൻ അറിയാതിരിക്കുമ്പോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ അറിയാതിരിക്കുമ്പോ തോന്നുന്നുണ്ടോ? ഇന്ന് നമ്മൾ സർപ്രൈസ് ചെയ്യാൻ പോകുന്നത് അഭിനെയും വാവേനെയും ബാക്കി എല്ലാവരും. ഇതൊരു വെറൈറ്റി വീഡിയോ ആയിരിക്കും ഗൈസ്. വണ്ടി ഓടിക്കുന്നു. ഇൻഡിക്കേറ്റർ മാറ്റിയിരുന്നെങ്കിൽ അത് ചെറുതായിട്ട് നമ്മള് ഒരു വർഷത്തിന് ശേഷം എടുക്കുമ്പോ ഇങ്ങനെയൊക്കെ സ്വാഭാവികം. ചെറുക്ക നിറയെ സമയം എടുക്കുന്നത് ഞാൻ കണ്ട. സൂപ്പറായിട്ട് 3.5 മണിക്കൂറിനുള്ളിൽ വന്നു. ഇപ്പൊ ഒരു ഗെറ്റ് റെഡി. ഒരു ചിരി പോലെ ഇല്ല വന്നിട്ട്. ഞാൻ ഇതുവരെ കണ്ടില്ല, ഇവർ രണ്ടു തിളച്ചു നിൽക്കുന്നു. ഡ്രസ് കണ്ട് വണ്ടി എന്താ വണ്ടി അവിടെ എന്റെ ബാക്കിൽ മയാമി ഫ്രണ്ടിൽ ബാങ്കോക്കും. അതറിയില്ല, ഫ്രണ്ടില് പോയൊരു ബാക്കിൽ പോവാറ്. ഞാനത് ചോദിക്കരുതായിരുന്നു. പറ്റുന്നില്ല, നമ്മളടുത്തേക്കണം. എന്റെ അനന്തമോ ഉണ്ടായിരുന്നില്ല, തൂക്കി പറയരുത്. അത് കേറാ. ഡിക്കിലേറാ, നീ ഡിക്കിലേറാ. ഡിക്കിലേറാ എപ്പോഴും ഡിക്കിൽ കയറി. പെട്ടെന്നല്ലേ കണ്ടിട്ടാ. ചുറ്റുമൊരത്തേക്കുന്നു. എല്ലാവരും വാർഷികത്തിന് കൂടിയിട്ടുണ്ട്. എല്ലാം ഉണ്ട്. അവിടെ ലക്കിയില്ലേ? അവിടെ ലക്കിയില്ല. അച്ഛനെ ഉറങ്ങാത്തോണ്ട് തെവക്കത്തിനെ പോലെ ഇരിക്കണം. എനിക്കൊരു ഡിഫറൻസ് ഒന്നും തോന്നുന്നില്ലല്ലോ. അഭിമാനം കെട്ടിപ്പിടിക്കാതെ ഇറങ്ങി എണീരി. മച്ചാൻ ഞാൻ എത്തിയില്ല. ഇനി നമ്മൾ ഏത് ഇനി നമ്മൾ ഒരേ ഡബിൾ കട്ടീസ്. സർപ്രൈസ്. ഡബിൾ കട്ടീസ് ആരോ ഇട്ട് ഇന്ന് എണീച്ചില്ലേ? മച്ചാ നീ ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്നു, മനസ്സിലായി? മറ്റേ മെക്കാ കമ്പനി കളിക്കുന്ന പോലെ ഒളിച്ച് മാച്ച് മാച്ച്. നമ്മള് ആനി എപ്പോ കണ്ടാലും ഫുൾ ഡ്രസ് ഒക്കെ ഇട്ട് മേഘ റെഡി ആയിട്ടിരിക്കുന്നത്. ഉറങ്ങുമ്പോ ഇങ്ങനെ ഉറങ്ങാൻ. മുടി എവിടെയാ വിട്ടത്? ഇത് പറയുന്നത് മുടി വെട്ടാൻ പോയത് രാവിലെ. ദിസ് ഈസ് കോൾഡ് മെയിൻ്റനൻസ് കട്ട്. നമ്മളിങ്ങനെ എന്റെ മുത്ത എവിടെ മുത്ത? പക്ഷെ ഇത് നമ്മൾ ഓണാക്കല്ലേ മുത്താനെ? അപ്പൊ ഇന്ന് രാത്രി കുറച്ച് ക്യാമറ ആയിട്ട് നമുക്ക് ബാംഗ്ലൂർ പോകും. പിന്നെ നമ്മൾ നാല് ബാംഗ്ലൂർ വന്ന് ഒറ്റ മൈൻഡ് കാറില് കാറിൽ പോകാനുള്ള വൈബ്സ് ഉണ്ടോ? ഭാര്യയും ഭർത്താവും. ഞാൻ ഇപ്പോഴൊന്നും വരേണ്ട ആളല്ല. ഒരാൾക്ക് വേണ്ടിയാണ് ഞാൻ ഇത്ര നേരത്തെ വന്നത്. ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടി. ഡാനിച്ചാച്ചൻ പറഞ്ഞു അന്നിലെ മുൻപിലൊന്നും വന്നില്ല. ഇനി ഒരു ബന്ധമില്ല. വന്നില്ലെങ്കിൽ ബന്ധമില്ല.
because there is some personal. ഞങ്ങൾ നേരത്തെ കണ്ട കാറിൽ പോയത് ഒരു കറുപ്പ് കാർ ഇങ്ങനെ പോയി നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ കേറാൻ വന്നിട്ട് തിരിച്ചു പോയി സർപ്രൈസ്. ഞാൻ പറഞ്ഞില്ല നിങ്ങളാണ് അനീഷിന് വേണ്ടി പോയത്. എനിക്ക് മനസ്സിലായി ഇവിടെ ആകെ 2 വണ്ടിയുണ്ട്, ഒന്ന് ക്യാബിനും ഒന്ന് അനീഷിനും. ഇങ്ങനെ ഇരിക്കുന്നു വീട്ടിനകത്ത്. പുറത്തു വന്നു. In between you come, so I thought like Sorry man, let me see you first. I am the മുടി in between coming. എന്റെ മുടി പോയി guys. So these people are kidding me. I don't care. സൂപ്പർ ആയി. ഞാൻ പറഞ്ഞ അടുത്ത ആഴ്ച ഇത് പോകും. വീട്ടിൽ വന്നല്ല, വീട്ടിൽ നിന്ന് ഫുൾ ഫുഡ്. ഫുൾ പ്രോപ്പർ ഡയറ്റിലാണ് ഞാൻ. ഇന്നൊരു ഡയറ്റ് അവിടെ ഒന്നുമില്ല ഇപ്പൊ. വന്നു പറഞ്ഞാൽ ആദ്യം നമ്മളിപ്പോ വന്നേക്കുന്ന അബിന്റെ കാതിന്റെ ബാക്കി ഒരു വള കൂടെ ഉണ്ടായിരുന്നല്ലോ, അത് കുത്താനാണ്. അബിന്റെ അത് കണ്ടിട്ട് എക്സ്പീരിയൻസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ കുത്തറ വേണം തീരുമാനിക്കാൻ. സാധനം സൂപ്പറാണ്, പക്ഷെ നമ്മളിത് ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേദന ഒന്നും ഇങ്ങനെ അറിയത്തില്ല. അപ്പൊ ഏൻ തമ്പി കണ്ണ് കലക്കിയത് ഇഷ്ടപ്പിടിച്ചുമ്പോ വേറൊന്നും അറിയാം. എവിടെ കുത്താ ആഗ്രഹം? കാണിക്കും. ഇവിടെ ഹെലിക്സ് തൊച്ചാച്ചന് മൂക്കിൽ കുത്തി തരട്ടെ. ഇവിടെ മൂക്കില് എവിടെ നീ എവിടെ കുത്തും? ഞാൻ ഇവിടെ കുത്താം ചുമ്മാ ഞാൻ കുത്താവട്ടെ, എല്ലാവരും കുത്തി വെച്ചിരിക്കുക. നിങ്ങൾ രണ്ടൊരു കാതിന്റെ ഇവിടെ രണ്ടൊരു ഹെലിക്സ് കുത്താനാണ് അബ്സരിക്കും. മൂക്കുത്തി കാതുത്തന മത്സരം മൂക്കുത്തി ഇളക്കാൻ വേണ്ടി ഇത്ര കുത്തുമ്പോ എങ്ങനെയാ? ഇതുകൊണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞേ ഇല്ല അനി വേദന എല്ലാം പോയെന്ന്. നല്ല വേദനക്ക് എക്സ്പ്രഷൻ ഇടാത്തയാണ് കള്ളൻ. കരയണെന്ന് ഇന്ന് ഇവ കരയണം. എന്താ ഒന്നില്ല, കുഴപ്പമില്ല. കരയട നല്ല രസമുണ്ട്. അബിനോട് വിരാട് കോഹ്ലി ഇരിക്കുന്നു. ആദ്യം കുത്തിയത് ഭയങ്കര വേദനയാണ്, പക്ഷെ രണ്ടാമത് കുത്തിയത് ഒട്ടും വേദനയില്ല. നമ്മൾ ആണുങ്ങളാവുമ്പോ ഇങ്ങനെ എത്ര വേദന മച്ചാനെ നമ്മളെക്കാൾ എടുക്കുന്ന ആർക്കാണ് മച്ചാനെ? സല്യൂട്ട്. 9 മാസം കഷ്ടപ്പാടാണ്. എല്ലാ മാസവും വരുന്ന ഒരു വേദന. ഇവരിതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഇവർക്ക് സല്യൂട്ട് കൊടുക്കണം കേട്ടോ. ഫസ്റ്റ് ദിവസം വന്നിട്ട് തന്നെ ഞാൻ കുക്കിംഗ് എത്രത്തോളം പഠിച്ചെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ അവിടെ മെയിൻലി ഉണ്ടാക്കുന്ന ഒരു ഡിഷുണ്ട്. ജോർജിയൻ എന്നാണ് ഞാൻ വിളിക്കുന്നത്. അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഡാൻസ് അത് കഴിച്ച് ഞെട്ടിക്കും. മറ്റേ പാത്രമൊക്കെ ഒഴിവാക്കിട്ടെ. എനിക്കൊരു ഉറപ്പില്ല കാര്യത്തില്. ഇവിടെ ഉണ്ടാക്കുന്നത് പോർക്കിട്ടാണ്, മനസ്സിലായോ? ഇവിടെ കിട്ടുന്നില്ല. ജോർജിയൻ സ്റ്റൈൽ ഗ്രില്ലാണ്. അറബി എനിക്ക് ഉണ്ടാക്കാറുണ്ട്. അത് ആടിന്റെ തത്തയാ? ഫേക്ക് അലിഗേഷൻസ് ബ്രോ, നല്ലതല്ല. ഞാൻ തന്നെ ഓർഡർ. ഗൈസ് എല്ലാരും വന്ന സന്തോഷത്തിൽ നമ്മൾ ഇന്ന് രാത്രി ഗ്രില്ല് ചെയ്യാന്ന് വെച്ചു. അപ്പൊ നമ്മൾ ഇതെല്ലാം ഗൈസ് ഇവിടെ സെറ്റ് ചെയ്യുക. നമ്മൾ എന്തിനിടുന്ന അറിയാമോ? തീ താഴെ ആവാതിരിക്കാൻ. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ചാർക്കോൾ ഞാൻ കാണുന്നത്. നോർമലി അൺഈവൻ ആയിട്ടുള്ള കുറച്ച് ഷേപ്പാണ് കാണാറുള്ളത്. തിന്നോണ്ടാലേ നല്ല കറി നമ്മൾ അവസാനം കാണിച്ചു കൊടുക്കാല്ലേ? ഫൈനൽ അപ്പൊ നിങ്ങക്ക് കൊതിയാകും തന്നെ. ഇല്ല
കില്ലാടി നമ്പർ 2, നമ്പർ 3, നമ്പർ 4. ഗൈസ് അങ്ങനെ ചിക്കൻ റെഡിയായി. എത്രയോ മണിക്കൂറിന് ശേഷം ചിക്കൻ റെഡിയായി. ഞാൻ പറയട്ടെ നമ്മുടെ ചെറുക്കനും ഇവിടെ ഇല്ലെങ്കിലും അനന്തുചാച്ചന്റെ ഓറ. അനന്തുചാന്റെ പപ്പ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഫാമിലിയിൽ ഏറ്റവും നന്നായിട്ട് കുക്കാണ് ബെനഡി അങ്കിൾ. മച്ചാൻ അത് കാണുമ്പോൾ തന്നെ കഴിക്കുന്നൊന്നുമില്ലേ? പൂവാർ അൽഫാം മാറി നിൽക്കും. എങ്ങനെയുണ്ട്? കാണാൻ എങ്ങനെയുണ്ട്? ഇവിടെ മച്ച് നിന്ന സമയത്ത് ഇത്ര വെളുത്തിരുന്ന മച്ചു. ഗ്രില്ല് മാത്രമല്ല ഇവിടെ വേണ്ടേ മട്ടനൊക്കെ വരുന്നുണ്ട്. മട്ടൻ സ്റ്റേക്ക്. ഇതിനകത്ത് എന്തോ ഒരു സാധനം കിടിലായിട്ട് വേവുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കിയ ജോർജിയൻ സ്പെഷ്യൽ സ്റ്റേക്ക് ആണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ കട്ടർ ഇതുണ്ടാക്കി ഇതിന്റെ ക്രെഡിറ്റ് അപ്പൊ ഞാൻ ഇതിന്റെ ക്രെഡിറ്റ് ഞാൻ എടുത്തേ ഓൾറെഡി. ഞാൻ മറ്റേ ഇത് വീശുന്ന ക്രെഡിറ്റ് കൈ പൊള്ളി വീശി ഞാനും പരിപാടിയും എന്റെ ചെറുക്കനും കൂടി. ഡാനിയച്ചാച്ച ഒരു മോരുകറി ഉണ്ടാക്കി. അത് ഡാനിച്ച ഉണ്ടാക്കിയത് ടേസ്റ്റ് ചെയ്തപ്പോഴല്ലേ കൊതി വന്നു. അച്ഛാ കഴിക്കുന്നുണ്ടപ്പോഴാണ് കൊതി വന്നത്. നല്ലൊരു വൈറ്റ് അച്ചാറും മീനും മോരുകറിയും വെജിറ്റബിളും. ഇങ്ങനെ പറയുമ്പോഴാണ് ഒരു കൊതി വരുന്നല്ലേ. അങ്ങനെ എല്ലാവരും ഒരുമിച്ചെത്തി ഗൈസ്. എല്ലാരും നാട്ടിലെത്തി. എല്ലാരും ഒരുമിച്ചെത്തി ഗൈസ്. എല്ലാരും ഒരുമിച്ചെത്തി. അങ്ങനെ എല്ലാരും എത്തി. ഇനി ഓണങ്ങളുടെ ഓണായിരിക്കും ഫുള്ള്. ഞാൻ പറയാനുള്ള ഡയലോഗ് ആയിരുന്നു. ഇപ്പൊ നിങ്ങൾ നേരത്തെ ചില വീഡിയോയിലൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ ഫ്രെയിം ഒരു ഇൻകംപ്ലീറ്റ് ഇനി പറയരുത്. ഇനി ഇൻകംപ്ലീറ്റ് ആണ് നമ്മുടെ അനന്ത് എന്റെ പൊന്നു മോവയില്ല. നിങ്ങൾ ഡാനിയച്ചാച്ചനെ ട്രസ്റ്റ് ചെയ്യുന്നെങ്കിൽ അനന്ത് വരാൻ ഡാനിയച്ചാച്ചന്റെ അക്കൗണ്ടിൽ പോയി ഫോളോ ചെയ്യും. വേറൊരു കാര്യം പറയുന്നുണ്ട്. കഴിഞ്ഞ ഒറ്റ ആഴ്ചയിൽ എനിക്ക് 150 പേര് കുറഞ്ഞു. 150 പേര് ബോട്ട്. എല്ലാവരും എന്റെ മെസ്സേജ് ആയിട്ടും കമന്റ് ബോക്സിൽ എല്ലാവരും ചോദിക്കുന്നുണ്ട് നമ്മൾ ഷൂട്ട് ചെയ്ത മറ്റേ ഫിലിമിന്റെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന്. ആ ഫിലിമിന്റെ റിലീസ് നമ്മൾ ഉടനെ തന്നെ യൂട്യൂബിൽ റിലീസ് ചെയ്യുന്നുണ്ടാവും. അതോടൊപ്പം കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കുന്നത് സൂൺ ആയിട്ട് റിലീസ് ചെയ്യും. അതിനോടൊപ്പം തന്നെ അതിന്റെ ട്രെയിലറും അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഈ ആഴ്ച തന്നെ എല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ ട്രെയിലർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സിനിമ. അപ്പൊ അങ്ങനെ സ്പെഷ്യൽ അപ്പിയറൻസ് ഉണ്ട്. ആര് കൈയടിക്കാതെ. അപ്പൊ എല്ലാരും ബാക്കി അപ്ഡേറ്റ്സിന് വേണ്ടി കാത്തിരിക്കുക. എന്തായാലും നമ്മൾ എല്ലാം അറിയിക്കുന്നതായിരിക്കും. എല്ലാം മിക്കവാറും ഈ വീക്ക് തന്നെ എല്ലാവരും തീരുമാനമുണ്ട്. ആ തീരുമാനമല്ല ഉദ്ദേശിച്ചത്. ചട്ടമ്പീസിന്റെ സിനിമ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ആഗ്രഹം. എല്ലാരും കുറെ നാളുകൊണ്ട് ചോദിച്ചു കാത്തിരുന്ന പോലെ ഞങ്ങളും കാത്തിരുന്ന അതൊന്ന് യൂട്യൂബിൽ. നിങ്ങളെ ഞെട്ടാൻ പോകുന്നതായിരുന്നു അറിയാമോ? നിങ്ങൾ ഞെട്ടാൻ പോകുന്ന ഒരു ഡിസൈഡിങ് ഫാക്ടർ ഉണ്ട്. ഒരു ഉഗ്രം ഉജ്ജ്വലം പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ള. പിന്നെ അല്ലാണ്ട് ജീവിച്ച നിങ്ങൾ എല്ലാരും ഫ്രഷ് ആയിട്ട് സിനിമ കണ്ടാൽ ഫ്രഷ് ആയിട്ട് രാവിലെ സിനിമ ആണ് കേട്ടോ. ഞങ്ങൾ ഈവനിങ് അപ്ലോഡ് ചെയ്തോളൂ. ഒന്ന് വെക്കരുത്. അതാണ് ഞാൻ പൂണ്ട് വിലയാടിയിട്ടുണ്ട്. വേറൊന്ന് പറയാൻ പോണത്. അപ്പൊ എല്ലാ അപ്ഡേറ്റ്സ് കാത്തിരിക്കാം. ഓക്കെ, റെഡി, ബൈ.